എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ പോലീസ്. നാട് മുഴുവൻ പോലീസ് തിരഞ്ഞു നടക്കുമ്പോഴും സിനിമാ സ്റ്റൈലിൽ മറഞ്ഞിരിക്കുകയാണ് സിദ്ദിഖ്. അന്ന് നമ്മൾ പുറത്തു പറയാൻ പാടില്ല. ഈ വീട്ടിൽ പോലീസോ അന്വേഷണ സംഘമോ നേരിട്ടെത്തി പരിശോധനയൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ 2 വീടുകളിലും ഇല്ല എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് പോലീസിനൊന്നും അറിയില്ല. അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ? എവിടെയാണ് എന്നറിയാതെ നാട് മുഴുവൻ തപ്പി നടക്കുകയാണ് സിദ്ദിഖിനെ. ഈ കേസുമായി ബന്ധപ്പെട്ട് മകനെ മടങ്ങി വരൂ അടക്കമുള്ള കാര്യങ്ങൾക്കായി സിദ്ദിഖ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. സിദ്ദിഖിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പലതരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ബലാത്സംഗ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ നടൻ സിദ്ദിഖ് രക്ഷപ്പെട്ടത് ഇന്നലെ പുലർച്ചെയെന്ന് സൂചന. എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. 3:30 സിദ്ദിഖ് പടമുകൾ പാലച്ചുവട് ജംഗ്ഷൻ വഴി കാറിൽ പോകുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ രണ്ടും കൽപ്പിച്ചെന്ന്. ഫുൾ സ്പീഡിൽ കാർ ഓടിക്കുക. സ്വന്തം വാഹനം ഒഴിവാക്കി മകന്റെ പേരുള്ള വാഹനത്തിലാണ് സിദ്ദിഖ് കടന്നതെന്നാണ് സൂചന. ഇയാൾ ഇതിനകത്തുണ്ടായിരുന്നോ? പിന്നെന്താ വിളിച്ചിട്ട് നിൽക്കാത്ത? ചിലപ്പോ തല്ലുമെന്ന് ഭയന്നായിരിക്കും. അതേസമയം ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലെത്തി സിദ്ദിഖ് കീഴടങ്ങണമെന്ന് പോലീസ് കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. പുറത്തേക്ക് വരണം, ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല, ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി 24 മണിക്കൂർ പിന്നിടുമ്പോഴും നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. രൂപയല്ല എനിക്കിപ്പോ ആവശ്യം, ഒളിച്ചിരിക്കാൻ ഇടവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. സിദ്ദിഖ് കേരളം വിട്ടതായും കർണാടകത്തിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്നും അന്വേഷണ സംഘം കരുതുന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പോയില്ലെങ്കിൽ പോലീസ് എന്നെ നിരപ്പാക്കും. ഒരാഴ്ച ജാമ്യ ഹർജി നീക്കുന്നതുവരെ നിലവിലത്തെ അവസ്ഥയിൽ സിദ്ദിഖിന് ഒളിവിൽ കഴിയേണ്ടി വരും. നമുക്കിങ്ങനെയൊക്കെയല്ലേ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു നിയമ തടസ്സവും നിലവിലില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒരു 10 കൊല്ലം കൂടെ തന്നാൽ പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ നിമിഷവും ബലാത്സംഗ കേസിൽ പ്രതിയായ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സമില്ല. അവർ സിദ്ദീഖ് എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്നത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള നടപടിക്രമം. അതാണ് അവർ പാലിക്കേണ്ടത്. ഒരു കലാകാരനായ എന്നെ ഇന്നലെ വരെ ഈ നാട്ടുകാർ തബല വർക്കിച്ചെന്നല്ലടാ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവരെന്താ വിളിക്കുന്നതെന്ന് അറിയോ? തവള വർക്കിച്ചാന്ന്. നീ അല്ലടാ അതിന് കാരണം. അന്വേഷണ സംഘം അങ്ങനെ വ്യാപകമായ രീതിയിൽ വലവിരിക്കാത്തതും അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്താത്തതും കസ്റ്റഡിയിൽ എടുക്കാത്തതും എന്തുകൊണ്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യവും. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. സിദ്ദിഖ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാം. ഒരു റിംഗ് പോലും കിട്ടുന്ന സാഹചര്യമില്ല. ഫോണിലേക്ക് ഒരു കോളും കണക്ട് ആകുന്നതുമില്ല. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. ആലുവ കുട്ടമശ്ശേരിയിലെ മറ്റൊരു വീട്ടിൽ സിദ്ദിഖ് ഉണ്ടോ എന്നതും സംശയകരമാണ്. അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോലീസ് കുറുപ്പിന്റെ പിന്നാലെയല്ല, കുറുപ്പ് പോലീസിന്റെ പിന്നാലെയാണ്. ഇപ്പോൾ നടൻ മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കരുത് കുട്ടാ. പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്ന് ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷിനെ വിട്ടിരിക്കുന്നു. നേരത്തെയും ജാമ്യ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് വിവിധ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ജാമ്യത്തിൽ വിട്ടത്. ആർക്കൊന്ന് ആറ് തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിയിക്കണ്ടേ? സിദ്ദിഖുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പ്രതി ഒളിവിൽ എന്ന നിലയിലേക്ക് പോലീസും ഒരു നിഗമനത്തിലെത്തും.
നീ എങ്ങനെ അറിയാനാണ്? നീ വിദഗ്ധമായിട്ട് മുങ്ങിയില്ലേ? കേസിലെ ഓരോ കുറ്റകൃത്യങ്ങളും തെളിവുകളും രേഖകളും ഒക്കെ പരിശോധിച്ച ശേഷമാണ് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്നത് കോടതി വ്യക്തമാക്കിയത്. അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കിയുണ്ട്. എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാണ്.